നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം തിരുവചന ധ്യാനത്തിന്റെ 25-ാമത്തെ ദിവസം 50-ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചു വരുന്നത്, ചിന്തിച്ചു വരുന്നത്. 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ പതിവായി വായിക്കുന്ന കുറിവാക്യം, പരിഹസിക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും ഭരണാധികാരികളുടെയും നടുവിൽ വെച്ച് ലജ്ജിച്ചു പോകാതെ, തലകുനിക്കാതെ, ഭയം കൂടാതെ, പ്രാഗൽഭ്യത്തോടെ, ധൈര്യത്തോടെ, ദൃഢനിശ്ചയത്തോടെ, ഗംഭീര ശബ്ദത്തോടെ, ഒരു കമാൻഡറിന്റെ പവർ പോലെ നിന്ന് ഉറക്കെ നെഹമ്യാ പ്രസ്താവിച്ച വാക്ക്, സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. നിങ്ങൾക്ക് യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല. ഒരു സെഷനുകളും നാം ഒരുമിച്ച് കൂടുകയും അതിലൂടെ തിരുവചനം ധ്യാനിക്കുകയും ആ തിരുവചനത്തിലൂടെ ലഭിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് താഴ്മയോട് ഓർപ്പിക്കാനുള്ള ഒരു മഹത്തായ കാര്യമുണ്ട്. നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളോട് നിങ്ങൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവകൃപയുടെ തെർമോമീറ്റർ അളക്കുന്നത് നമ്മുടെ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ആശ്രയിച്ചായിരിക്കും. നിങ്ങളുടെ ദൈവകൃപയുടെ തെർമോമീറ്റർ നിങ്ങൾക്ക് അളക്കാൻ പറ്റും. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, കൃപയുടെ തെർമോമീറ്റർ ആണ് പ്രാർത്ഥന എന്ന് സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തിൽ നിന്നാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. നാം അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും വചനം ധ്യാനിപ്പിക്കുന്നതുമൊക്കെ ഒരു സാധാരണ ദൈവിക പദ്ധതികളായി തീരാറുണ്ട്. നാം അനുഗ്രഹിക്കപ്പെടുന്നതിന് മുൻപ് നമ്മെ കൊണ്ട് തിരുവചന ധ്യാനത്തിലേക്കും ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കും ഒക്കെ ദൈവം നമ്മളെ പ്രവേശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് പുതുക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ പുതുക്കപ്പെട്ട ഹൃദയത്തിന്മേലാണ് പരിശുദ്ധാത്മാവ് എഴുതുന്നതാണ് പ്രാർത്ഥന. ഒരു പുതുക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതുന്നതാണ് പ്രാർത്ഥന എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ നെഹമ്യാവിന്റെ ഉള്ളിൽ പ്രാർത്ഥനയിലൂടെ ലഭിച്ച മഹത്തായ ഉൾക്കാഴ്ചകൾ അത് പൂർത്തീകരിപ്പാൻ, സഫലമാക്കുവാൻ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായി, അദ്ദേഹത്തിന് അനുകൂലമായി തീർന്നു എന്ന് നാം കാണാനിടയായി. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ, നിങ്ങളുടെ അനുദിന വിഷയങ്ങളിലൊക്കെ കർത്താവുമായി നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ പ്രാർത്ഥന വൺ വേ അല്ല കേട്ടോ. അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് സമയം ശാന്തമായി ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട്. ഓക്കെ, നമ്മൾ 8-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം വായിക്കുന്നു. നാം അതിൽ നിന്ന് 3-4 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ന് ചിന്തിപ്പാനിടയായി. 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എസ്ര സകല ജനവും കാണുക പുസ്തകം വിടർത്തു. അവൻ സകല ജനത്തിനു മീതിയായിരുന്നു. അത് വിടർത്തുമ്പോൾ ജനം എഴുന്നേറ്റ് നിന്നു. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു ദൈവവചനത്തോടുള്ള ബഹുമാനം. പ്രൈസ് ഗോഡ്. ദൈവവചനത്തോടുള്ള ബഹുമാനം. പ്രൈസ് ഗോഡ്. പണ്ടൊരപ്പച്ചനോട് കോഴഞ്ചേരി ചെന്ന് ദൈവവചനം പറയാൻ തുടങ്ങിയപ്പോൾ കൊരിന്തി ലേഖനത്തിൽ നിന്ന് ദൈവവചനം പറയാനിടയായ ഒരു പ്രിയപ്പെട്ടവൻ. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എടാ കൊച്ചനെ, കോഴഞ്ചേരിക്കാർക്ക് എന്നാ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാര്യം? അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമല്ലയോ, അത് കോഴഞ്ചേരിക്കാർക്ക് എന്നാ കാര്യം? സ്തോത്രം. തിരുവചനത്തെ
അവഗണിക്കുന്ന ആളുകൾ അറിയുന്നില്ല അവർ തള്ളിയ വചനം വെച്ച് അവരെ ന്യായം വിധിക്കും എന്ന്. അതുകൊണ്ട് ദൈവവചനത്തോടൊരു ബഹുമാനം വേണം. എങ്ങനെ ദൈവവചനത്തോടുള്ള ബഹുമാനം വേണം? പൂജിക്കാനുള്ള പുസ്തകമല്ലിത്, പക്ഷേ നാം റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വിശാലമായി ക്ലാസ്സുകൾ പങ്കുവെച്ചത് കൊണ്ട് 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അപ്പോൾ ഇത് എല്ലാവരും എഴുന്നേറ്റ് നിന്നത് ബഹുമാനത്തോടെ. ഇന്ന് വിവാഹവേദികളിൽ, കൂട്ടായ്മകളിൽ, കൺവെൻഷൻ വേദികളിലൊക്കെ വചന ശുശ്രൂഷ കുറഞ്ഞു വരികയാണ്. പകരം കോമഡികൾ കൂടി വരികയാണ്. ആളുകളെ സന്തോഷിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും പ്രാസങ്ങളും അതുപോലുള്ള കുറെ കഹാനികളും പറഞ്ഞ് പോകുന്നത് കൂടുതലാണ്. നമുക്ക് വിവാഹത്തിന് നേരത്തെ ദൈവദാസനോട് പറയും, ഞങ്ങളൊക്കെ കല്യാണ ശുശ്രൂഷ നടത്താൻ പോകുമ്പോൾ പലരും പറയാറുണ്ട്, പക്ഷേ ഒത്തിരി നീട്ടല്ലേ എന്ന്. വേണ്ട. സഹോദരങ്ങളെ, ദൈവവചനം ഇന്ന് പലർക്കും നിന്ദ്യമായി മാറുന്നു, പുറകിൽ എറിഞ്ഞു കളയുന്നു. അതുകൊണ്ട് ദൈവം അവരെ ഉമിഴ്ന്നു കളയുന്നു. സ്തോത്രം. ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത് അതാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. ഇതാ 70 വർഷത്തിന് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് കൂടി, അഥവാ യോശുവയുടെ കാലം മുതൽ അന്ന് വരെയുള്ള കാലഘട്ടം ഏകദേശം 1000 വർഷമായിരുന്നു. 1000 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മഹാസംഗമം, ഇതുപോലുള്ള ഒരു സന്തോഷം അവർക്കുണ്ടാകുന്നത് എന്ന് നമ്മൾ പിന്നീട് വായിക്കുന്നു. കാരണം അത് നിങ്ങൾ വായിച്ചാല് നമുക്കറിയാം. നോക്കിയാട്ടെ, അതിൻ്റെ 8-ാം അധ്യായം 17 മുതലുള്ള വാക്യം. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂന്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്ന് വരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി. നോക്കുക, ഇപ്പൊ യോശുവയുടെ കാലഘട്ടം മുതൽ അന്ന് വരെയുള്ള കാലഘട്ടങ്ങളുടെ ഒരു പീരീഡ് ഓഫ് ടൈം മോർ ദാൻ 1000 years. നോക്കുക, ഒരു നെഹമ്യാവിന് ദർശനമുണ്ടായപ്പോൾ നൂറ്റാണ്ടുകളായി നഷ്ടപ്പെട്ട സന്തോഷം, നൂറ്റാണ്ടുകളായി നഷ്ടപ്പെട്ട ദൈവകൃപ, നൂറ്റാണ്ടുകളായി കൈമോശം വന്ന ദൈവ സാന്നിധ്യം ഒരുവന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നേടിയെടുക്കാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഇത് 50-ാമത്തെ ക്ലാസ് ആണല്ലോ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ മുഴങ്കാൽ സഭയിൽ ആത്മാവിന്റെ പെരുമഴ കൊണ്ടുവരുവാൻ ഇടയായി തീർക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്തോത്രം, പ്രസംഗം എന്ന് പറയുന്നത് ഒരു വിതയ്ക്കലാണ്, സ്തോത്രം. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്ന അത് നനയ്ക്കലാണ്. എന്നാൽ സ്തുതി സ്തോത്രങ്ങൾ എന്ന് പറയുന്ന അതിന്റെ കൊയ്ത്താണ്. പ്രസംഗം വിതയ്ക്കലാണ് സഹോദരങ്ങളെ, പ്രാർത്ഥന നനയ്ക്കലാണ്. എന്നാൽ സ്തുതിയും സ്തോത്രം അർപ്പിക്കുമ്പോൾ അതതിന്റെ കൊയ്ത്തിലേക്ക് വരികയാണ് എന്നുള്ളതാണ് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പ്രാർത്ഥനയിൽ മനുഷ്യന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ ഈ ലോകത്തിൽ എവിടെയും നിന്നും കിട്ടാത്ത അതിമഹത്തായ ആനന്ദവും സന്തോഷവും ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ലഭിക്കുന്നു എന്നുള്ളതും അതിശ്രേഷ്ഠമായൊരു കാര്യമാണ്. നോക്കുക, ജനം എഴുന്നേറ്റ് നിന്നിട്ട് 6-ാം വാക്യം 1-ാം വാക്യം ഒക്കെ somebody can read. എന്താ എഴുതിയിരിക്കുന്നത്? യെസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു, ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണു യഹോവയെ നമസ്കരിച്ചു. ഇവിടെ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ജനം ദൈവസന്നിധിയിൽ വരുന്നു. അപ്പോൾ ഒരു യാമത്തോളം ദൈവവചനം കേൾക്കുന്നു. അത് നെക്സ്റ്റ് 7 days അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. നോക്കുക, കണ്ടിന്യൂ ആയിട്ട് ദൈവവചനം കേൾക്കാനുള്ള അതിയായ ദാഹം. അപ്പോൾ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജഹോവ വിറ്റ്നസ്സുകാരായ ചില ആളുകൾ, ഞാൻ ഈ ലാസ്റ്റ് മന്ത് അർമേനിയയിൽ പോയപ്പോൾ
ആയിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള അലനും കൂടെ ഇങ്ങനെ ഓരോ ഏറിയ പ്രാർത്ഥിച്ച് യൂണിവേഴ്സിറ്റി പ്രെയർ എല്ലാം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഒരാൾ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുന്നു ടീമായിട്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കർത്താവ് ഒരു ദൈവത്തിലെങ്കിലും ഇവിടെ നിന്ന് കർത്താവിന്റെ വചനം പറയാനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് തോന്നിയിട്ട് ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ജഹോവ വിറ്റ്നസ്സുകാരാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുവോ നിങ്ങൾ? അപ്പൊ അവര് പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ ബൈബിളിൽ വാക്യമില്ലെന്നു. അയ്യോ, കൊല്ലന്റെ ആലയിൽ ഇരുമ്പില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയായിരുന്നു. കൊല്ലന്റെ ആലയിൽ എന്തോ ഇല്ല, ഇരുമ്പില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് വേദപുസ്തകത്തിൽ വാക്യമില്ലയോ? ഇല്ല. ഞാൻ തരട്ടെ? തന്നാട്ടെ. ഞാൻ പറഞ്ഞു കുറിക്കാൻ പറഞ്ഞു. അവരുടെ വേദപുസ്തകം എടുക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കുക, 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യം, 1-ാമത്തേത് തെളിവ്. എന്താ എഴുതിയിരിക്കുന്നത്? സ്ക്രീനിൽ ഇടാമോ മോനെ? അതെ, നിങ്ങൾ എല്ലാവരും ഇത് കുറിച്ചെടുക്കണം. എന്താണ് ഇവിടെ എസ്രാ പറയുന്നത്? അവ മഹാദൈവത്തെ സ്തുതിച്ചു, മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ? ദൈവപുത്രൻ വന്നു എന്ന്. നമ്മളെ റെഫറൻസ് നിങ്ങൾ കുറിക്കണം. 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നു എന്നും ഒരാൾക്ക് വായിക്കാം. ആരോഗ്യത്തോടെ വായിക്കണേ. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അടുത്തത്, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അടുത്തത്, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈസ് ട്രൂ ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. അപ്പൊ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. അപ്പോൾ 1-ാമത്തെ തെളിവ് അതാണ്. ഇനി 2-ാമത്തെ തെളിവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത് വാക്യം. യെശയ്യാവ് 9:6. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എല്ലാവരും സ്ക്രീനിൽ നോക്കിക്കോ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അടുത്തത്, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആരാണ്? ഈ ശിശുവിനെ കുറിച്ചാണ് പറയുന്നത്. മശിഹയെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണത്. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അവന്റെ ഷോൾഡറിൽ ഇരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ, അല്ലേ? ആൻഡ് ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. നോക്കിക്കേ, അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ അത്ഭുത മന്ത്രി. അതെ, മന്ത്രിമാരെ ധാരാളം കിട്ടും. അത്ഭുത മന്ത്രി ഒരാളേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. എഴുതി വെച്ചോണം. അവൻ അത്ഭുത മന്ത്രി. അടുത്തത്, വീരനാം ദൈവം. വീരനാം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത്? ദ മൈറ്റി ഗോഡ് എന്നാ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ അവരോട് പറഞ്ഞത് ദൈവം എന്നുള്ള വാക്യമല്ല ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്, മൈറ്റി ഗോഡ് എന്നുള്ള വേർഡാണ്. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ദ മൈറ്റി ഗോഡ്, യേശു ക്രിസ്തു. അതെ, വീരനാം ദൈവം. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? എവർലാസ്റ്റിംഗ് ഫാദർ, നിത്യപിതാവ്. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? സമാധാന പ്രഭു. ഹമേ ഇസ് നോട്ട് ഓൺലി എ പ്രിൻസ് ബട്ട് ദ പ്രിൻസ് ഓഫ് പീസ്. സമാധാനത്തിന്റെ പ്രഭു. അടുത്ത വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പിശാചിന് പോലും ബോധമുണ്ട് കേട്ടോ ഈ യേശുക്രിസ്തു ആരാണ്. അതെ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. നോക്കിക്കേ, അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പിശാച്, അതെ, വെളിച്ചപ്പാടത്തിയുടെ മേലുണ്ടായിരുന്ന ആ ദുരാത്മാവ്
പൗലോസിനെയും ശീലാസിനെയും കണ്ടിട്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. ഇപ്പൊ സാത്താൻ ഒരു കാര്യം മനസ്സിലായി, അത്യുന്നതനായ ഒരു ദൈവമുണ്ട്, അവൻ ഈ ഭൂമിയിൽ തന്റെ ദാസന്മാരുണ്ട്, രക്ഷയുടെ ഒരു മാർഗവും ഉണ്ടെന്ന് സാത്താൻ അറിയാം, അല്ലേ? സാത്താൻ ബോഷ്ക്ക് പറയുന്നവന് അതിന്റെ അപ്പനുമാണെങ്കിലും ഈ സഹോദരിയുടെ മേലിലുള്ള ആ കുടിയിരിപ്പ് ശാസിക്കാതിരിക്കാൻ സാത്താൻ ഉപയോഗിച്ചൊരു തന്ത്രമാണ്. ഇന്ന് അങ്ങനെ ഒരു ദൂതുമായിട്ട് ഒരു സഹോദരി ചന്തയിൽ നിന്നാൽ നമ്മൾ പറയും, നമുക്ക് ലേഡീസ് പ്രയറിന്റെ സെക്രട്ടറി ആക്കാം നമുക്ക്, കാരണം അമ്മാമ്മയ്ക്ക് ദൂത് പറയാൻ അറിയാം. ദൈവമക്കളെ, പുരുഷന്റെ ആണേലും സ്ത്രീയുടെ ആണേലും ഏതാളിന്റെ ദൂത് കേട്ടാലും നിങ്ങൾ ദൂത് ശരിയാണോ എന്നല്ല നോക്കേണ്ടത്, ആള് ശരിയാണോ, അവരിലുള്ള ആത്മാവ് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നോക്കുക, അടുത്തത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. ഫിലിപ്പിയർ 2:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾ വന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഫിലിപ്പിയ ലേഖനം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും ത്രിലോക ശക്തികൾ, സ്വർലോകം, ഭൂലോകം, അധോലോകം, എല്ലാത്തിന്റെയും മുഴങ്കാൽ മടക്കുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇങ്ങനെ യോഹന്നാൻ 17:5 പ്രാർത്ഥനയിൽ ഉരുവിടുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്കുണ്ടായിരുന്ന മഹത്വം ഇപ്പോൾ, പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. നോക്കുക, അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 1:22 വായിക്കുന്നത്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. കർത്താവിന്റെ അതേ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആരാണ് എന്ന് നിങ്ങൾ അറിയണം. ഒരു ദൈവത്തിൽ മനസ്സിലാക്കണം. രക്ഷകനായും കർത്താവുമായും യേശുവിനെ ഉള്ളിൽ കൈക്കൊണ്ടാൽ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ സത്യദൈവമാണ്. നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് വീരനായ ദൈവമാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 2:12 നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. എന്തെഴുതിയിരിക്കുന്നു? തീത്തോസിന്റെ ലേഖനം 2:12 എന്ത്? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. അപ്പോൾ അവിടെ എന്താ കാണുന്നത്? അണ്ടർലൈൻ ചെയ്യണം. മഹാദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് മത്തായി 28:20, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും ജീസസ് നിങ്ങളോട് കൂടെ ഉണ്ട്. ഒരാഴ്ചയാണോ, ഒരു മാസമാണോ, ഒരു വർഷമാണോ? ഈ എൻഡ് ഓഫ് ദിസ് വേൾഡ് I'll be with you. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പിന്നെ എബ്രായ ലേഖനം 1:8 നിന്റെ സിംഹാസനം നിത്യമാണ്. നിന്റെ സിംഹാസനം നിത്യമാണ്. സ്തോത്രം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നോക്കുക, കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി കർത്താവ് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ യേശു സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. യോഹന്നാൻ 8:58. സ്തോത്രം. യോഹന്നാൻ
8-ാം അധ്യായം 58-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. നോക്കുക, അപ്പോൾ യേശു അവരോട് പറയണം, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട്. നോക്കുക, ഇവിടെയെല്ലാം യേശുക്രിസ്തു സത്യദൈവമാണെന്നും നിത്യജീവനാണെന്നും മഹാദൈവമാണെന്നും ഹല്ലേലൂയ വീരനാം ദൈവമാണെന്നും എല്ലാം നമ്മൾ ധാരാളം വാക്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചല്ലോ. ഇനി നാളെ യഹോവ സാക്ഷിക്കാർ വന്നാൽ നിങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലേ? ഇനി ആരും അവിടെ തല വണക്കി വെച്ച് പോകരുത്. അവരിൽ നിന്ന് ഒരിക്കലും ഒന്നും കേൾക്കാൻ നമുക്ക് ഇടവരരുത്. മാത്രമല്ല, യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നവനല്ലാതെ കള്ളൻ ആരുള്ളൂ എന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഉപദേശം കൊണ്ടല്ലാതെ ഒരു നമ്മുടെ അരികിൽ വന്നുവെങ്കിൽ നിങ്ങൾ നോക്കുക, യോഹന്നാന്റെ ലേഖനം, അതിൻ്റെ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 9-10 വാക്യം കൂടെ നിങ്ങൾ അതിനോട് ചേർത്ത് വായിക്കണം. യോഹന്നാന്റെ 2-ാം ലേഖനം, അതിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ 9-10 സ്ക്രീനിലിട്ട് എന്താ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അടുത്തത്, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അടുത്തത്, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. അടുത്തത്, അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. മതി. അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുവനും ദൈവമില്ല. സത്യദൈവത്തെ തള്ളുന്ന, നിത്യജീവൻ തരുന്ന കർത്താവിനെ തള്ളുന്ന, സമാധാനത്തിന്റെ പ്രഭുവിനെ നിഷേധിക്കുന്ന, വീരനാം ദൈവത്തെ നിഷേധിക്കുന്ന, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന ക്രിസ്തുവിനെ നാമത്തെ നിഷേധിക്കുന്നവരെ നമ്മൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നതാണ്. സാക്ഷിക്കാരുമായിട്ട് സംസാരിച്ച് അതേ 947 ലോകം അവസാനിച്ചെന്ന് പഠിപ്പിക്കുന്ന തത്വങ്ങളുണ്ട്. ഇതിപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയാണെന്ന് അവർ പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം തെറ്റായ ഉപദേശങ്ങളിലൂടെയാണെന്നറിയാമോ? ഓരോ സന്ദർഭങ്ങളിൽ മാറ്റിമറിച്ച് പറയും. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം എന്നേക്കും നിലനിൽക്കുന്നു. ഓക്കെ, അതുകൊണ്ട് മഹാദൈവമായ യഹോവയെ അവർ സ്തുതിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് സ്തുതിച്ചു എന്നുള്ള വാക്കാണ്. എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, ആര് സ്തുതിക്കണം, എങ്ങനെ സ്തുതിക്കണം, എന്തുകൊണ്ട് സ്തുതിക്കണം എന്നുള്ളത് നമ്മൾ അല്പം മനസ്സിലാക്കണം. സ്തോത്രം. നാം വിളിച്ചിറക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമായതുകൊണ്ട് അവന്റെ വിശുദ്ധ ജനമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളത് വായിപ്പാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി സാത്താന്റെ രാജ്യത്തിൽ നിന്ന് നമ്മളെ വിളിച്ചിറക്കി. പ്രൈസ് ഗോഡ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13 അത് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. മാത്രമല്ല, അതുകൊണ്ട് നാം ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജനമായിട്ടാണ് ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിലായിരിക്കുന്നത്. അതിന് എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത് വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല, അത് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് അടുത്തു വരുന്ന ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്നതിനായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായിരിക്കുന്നുവെന്ന് 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, എബ്രായർ 13-15 വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാലും നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ഒരു കാളയ്ക്ക് എന്നാ വിലയുണ്ട്?
അപ്പൊ ഒരു സ്തോത്രത്തിന്റെ വില അത്രയും ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. ഓക്കെ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കേണ്ടതിന്റെയും ആരാധിക്കേണ്ടതിന്റെയും ആവശ്യകത നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഇനി ചില വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളത് ശ്രദ്ധിക്കുക. നാം സ്തുതിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ആത്മാവ്, രണ്ട് പ്രാണൻ, മൂന്ന് ദേഹം. ഈ മൂന്നും കൂടെ സംയോജിച്ചാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. സ്തോത്രം. അലക്ഷ്യതയോടോ സമ്മർദ്ദത്താലോ നിർബന്ധത്താലോ അല്ല. ആത്മാവ് ദൈവത്തിൽ ഉല്ലസിക്കണം. ലൂക്കോസ് 1:47 എന്ത് വായിക്കുന്നു? എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്നാ വായിക്കുന്നു. സോ നമ്മുടെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. രണ്ട്, നമ്മുടെ പ്രാണൻ ദൈവത്തെ വാഴ്ത്തണം. എങ്ങനെ? 103-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്ത് പറയുന്നു? പ്രാണനോടുള്ള ബന്ധത്തിൽ പറയുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. പ്രൈസ് ഗോഡ്. മൂന്നാമത്തത്, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പണ്ടത്തെ അപ്പൂപ്പന്മാര് വെറ്റയ്ക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ പാട്ട് പാടാൻ നേരം കൈക്കൊന്നും വരാതെ അയ്യോ തേച്ച തുണിയൊന്നും ആരാധിച്ചു കഴിഞ്ഞാൽ വേർക്കത്തില്ലയോ? അതൊക്കെ നല്ലതല്ല. ഷിവറിങ് വന്ന് വേർത്താ പ്രശ്നമൊന്നുമില്ല, അല്ലയോ? സ്തോത്രം. പനി കൂടിയിട്ട് വിറയിൽ വന്നാ പ്രശ്നമില്ല. ദൈവസന്നിധി വരുമ്പോൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ വൈകിപ്പോകും. നോക്കുക, ഒന്ന്, ആത്മാവുകൊണ്ട് സ്തുതിക്കുന്നു, ലൂക്കോസ് 1:47. രണ്ട്, പ്രാണൻ, 103-ാം സങ്കീർത്തനം 1-ാം വാക്യം. മൂന്ന്, ദേഹം, സകല ജഡവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തട്ടെ, 145-ാം സങ്കീർത്തനം 21-ാം വാക്യം. അപ്പോൾ ഈ മൂന്നും കൂടെ സംയോജിച്ചുകൊണ്ട് വേണം നമ്മൾ സ്തോത്രയാഗം അർപ്പിക്കാൻ. സ്തോത്രം. എബ്രായലേഖനം 13-ാം അധ്യായം 15-16 വാക്യങ്ങളുടെ നിങ്ങൾ എഴുതണം. നമ്മുടെ അധരഫലമായ സ്തോത്രയാഗത്തിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചില വാക്യങ്ങൾ എഴുതണം. നാം സ്തോത്രത്തോടും ആരാധനയോടും സ്തുതിയോടും നന്ദിയോടും കൂടെ അവന്റെ മുമ്പിൽ വന്ന് നമ്മുടെ സ്തോത്രവും സംഗീതത്തിലും ആഹ്ലാദത്തിലും നമ്മുടെ സമ്പത്തും എല്ലാം ദൈവസന്നിധിയിൽ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ ദാനം, നമ്മുടെ കുടുംബജീവൻ ദൈവത്തിന്റെ ദാനം, നമ്മുടെ മക്കൾ ദൈവത്തിന്റെ ദാനം, നമ്മുടെ ജോലി, നമുക്കുള്ളത് എല്ലാം ദൈവത്തിന് സമ്പൂർണമായി അർപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള സ്തുതി സ്തോത്ര ആരാധന. 1 ദിനവൃത്താന്തരം 16:29, പുറപ്പാട് 23:15, പുറപ്പാട് 34:20, ആവർത്തനം 16:16, 17. ഒന്നുകൂടെ ഞാൻ പറയാം. 1 ദിനവൃത്താന്തം 16:29, പുറപ്പാട് 23:15, 34:20, ആവർത്തനം 16:16, 17 വാക്യം. അപ്പൊ ഇനി നമ്മള് സ്തുതിയും സ്തോത്രവും ഏതു വിധത്തിൽ എങ്ങനെയൊക്കെ നാം സ്തുതിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്? സ്തോത്രം. അവൻ സ്തുതിക്ക് യോഗ്യനായതുകൊണ്ടാണ് നാം സ്തുതിക്കേണ്ടത്. 149-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നു. ആമേൻ. എന്തുകൊണ്ട്? 48-ാം സങ്കീർത്തനം 1-ാം വാക്യം, 96-ാം സങ്കീർത്തനം 4-ാം വാക്യം അവിടെ പറയുന്നു, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകും. മനസ്സിലാകുന്നു? അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെലവിലാകടന്ന് സ്തോത്രം പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. കുർബാനക്രമത്തിൽ പണ്ട് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, സ്തുതിയും സ്തോത്രവും മാഞ്ഞുപോകാത്ത ഔന്നത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നല്ല ട്യൂണാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയുന്നത് സ്തുതിയും സ്തോത്രവും മാഞ്ഞുപോകാത്ത ഔന്നത്യവും ഇടവിടാതെ സ്തോത്രം അർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണേ എന്നാ പള്ളി പറയുന്നത്. പക്ഷെ 4 സ്തോത്രം നമ്മൾ പറഞ്ഞാൽ അവരെ കളിയാക്കിക്കൊണ്ടുവേണം. കാര്യം എന്താ? അവരത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് പങ്കുവയ്പ്പാനും അനുഭവിപ്പാനും ദൈവം കൃപ തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. സ്തോത്രം. അതുകൊണ്ട് ഓർക്കണം, യഹോവയെ സ്തുതിക്കാൻ ദൈവത്തിന്റെ വചനമാണ്. എന്തുകൊണ്ട് ഞാനും നിങ്ങൾ സ്തുതിക്കുന്നു? യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകും. നമ്മുടെ സ്തോത്രം സ്വീകരിപ്പാൻ ഈ ഭൂമിയിൽ ദൈവം മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിലെ നിന്റെ സ്തോത്രം ദൈവത്തിന്റെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് ചെന്ന് വീഴുകയാണ്. ആമേൻ. അപ്പോൾ നമ്മൾ സ്തോത്രം പറയുമ്പോൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയും സൂത്രം.
അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ ദൈവമക്കളെ, നമ്മളൊന്നും കേൾക്കാനോ ശ്രദ്ധിക്കാനോ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒന്നും ഇങ്ങനെയുള്ള ദൂഷണ ശബ്ദങ്ങൾക്കേ കൊടുക്കരുത്. നിങ്ങളുടെ ഡേറ്റായും നിങ്ങളുടെ സമയം നിങ്ങളുടെ മൊബൈലും ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് ആമേൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 50-ാം സങ്കീർത്തനം 23-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ നിങ്ങൾ ദൈവസേനയിൽ സ്തോത്രം അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആരെ മഹത്വപ്പെടുത്തുകയാണ്? ആമേൻ, നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആദരം തുറന്ന് നന്ദിയോട് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞിനൊരു പ്രയാസമുണ്ടായി, അല്ലെ കുഞ്ഞിനൊരു സന്തോഷത്തിന്റെ വാർത്ത കേട്ടു, ഉള്ളിലെല്ലാം എപ്പോഴും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണമെന്നാണ് വചനം പറയുന്നത്. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ വിഷയത്തിനും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നുവെന്നാണ്. അവനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം ദൈവമക്കളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നുള്ളതാണ് നാം ആ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ദൈവത്തെ സ്തുതിപ്പി എന്നത് ഒരു അഭിപ്രായമോ ഒരു അഭ്യർത്ഥനയോ അല്ല, പക്ഷെ അതെന്താണ്? അത് കൽപ്പനയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നാം 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ചിലപ്പോൾ നമ്മള് ദൈവസേനയിൽ അങ്ങ് ആനപ്പണക്കം അങ്ങ് പെടുന്നു അല്ലേ? ഓ, ഇനി ഞാൻ ഉപവസിക്കത്തുമില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല, ഇനി ഞാൻ യോഗത്തിനും പോകത്തില്ല, ദൈവം എന്നോട് എന്താ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത്. അയ്യോ, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തോ ത്യജിച്ചിട്ടുണ്ട് കർത്താവ്. നമ്മൾ വേസ്റ്റിന് ബക്കറ്റിനകത്തോട്ട് നോക്കണം, കർത്താവിന് വേണ്ടി ത്യജിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് തുറന്നു നോക്കണം നിങ്ങൾ വല്ലപ്പോഴും, കേട്ടോ. പൗലോസ് പറഞ്ഞത് ത്യജിച്ചത് നമ്മൾ പറയും, അയ്യോ ഇന്ന് എനിക്ക് സഭായത്തിന് വരാനൊക്കത്തില്ലായിരുന്നെന്നായിരുന്നു എൻ്റെ വിശ്വാസം, വലിയ പ്രതികൂലങ്ങളിലൂടെ ഒക്കെ സംഭവിക്കാമായിരുന്നു. ഈ പറഞ്ഞു വരുമ്പം പണ്ടൊരാളൊരു സ്റ്റോറി പറഞ്ഞു. സ്കൂൾ വിട്ട് വരുമ്പോൾ ട്രെയിൻ പോകുന്ന ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി ഒരാൾ. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ സൂപ്പർ എക്സ്പ്രസ് വരികയാണ്, കുഞ്ഞുങ്ങള് ഇതറിയാതെ കയറി വരികയാണ്. 100 കണക്കിന് കുഞ്ഞുങ്ങൾ ചതഞ്ഞരഞ്ഞു മരിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രസംഗി പറയുകയാണ്, അങ്ങനൊന്ന് സംഭവിച്ചെന്ന് ഇരിക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, പലപ്പോഴും നമ്മൾ നന്ദി കെട്ടവരായി എത്ര അനർത്ഥങ്ങളിൽ നിന്ന്, എത്ര ആപത്തിൽ നിന്ന്, എത്ര രോഗത്തിൽ നിന്ന്, എത്ര നഷ്ടങ്ങളിൽ നിന്ന്, എത്ര കഷ്ടങ്ങളിൽ നിന്ന്, വലിയ അനർത്ഥങ്ങളിൽ നമ്മൾ അകപ്പെട്ടിട്ട് നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ട എത്ര സന്ദർഭമുണ്ട്. ഒരു ദിവസം മകൻ ട്രിവാൻഡ്രത്തുനിന്ന് ഒരാളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതാ മകൻ ആക്സിഡന്റിൽ മരിക്കാൻ പോകുന്നു. ഞാൻ മോളമ്മയോട് പറഞ്ഞു, ഈ ഓടി വാ, പ്രാർത്ഥിക്കാം, നമുക്ക് എന്തോ ഒരു മഹാനർത്ഥം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇല്ലല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവളും ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആദ്യം കണ്ടു. ഒരു വളവിൽ വരുമ്പോൾ ഒരു വണ്ടിയെ, വേറൊരു ടോറസ് വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഇവന് മറികടക്കാൻ നിവൃത്തിയില്ലാതെ സ്തോത്രം. ഒരു പോസ്റ്റയിലോട്ട്, ഇരുമ്പ് പോസ്റ്റയിലോട്ട് വണ്ടി വളച്ചപ്പോൾ കൊണ്ടിടിച്ചത്. വണ്ടി തലകീഴായി മറിഞ്ഞു. കമ്പിലേൻ പൊട്ടി, അവിടെ തീയായി. വണ്ടി പൊട്ടിച്ചാണ് അവനെ എടുത്തത്. ഞങ്ങള് അവിടെ ചെന്നപ്പോൾ അവൻ കുടയും പിടിച്ച് നിൽപ്പുണ്ട്. ഒരു കുഴപ്പമില്ല, വണ്ടി ടോട്ടൽ ലോസായി. പ്രൈസ് ഗോഡ്. 45,000 രൂപയ്ക്ക് പിന്നെ ആക്രിക്ക് അത് വിറ്റു. ഞാൻ പറഞ്ഞത്, ഒരു തുള്ളി രക്തം പോലും പോകാതെ ദൈവം സൂക്ഷിച്ചു. പ്രധാന മക്കളെ, പ്രാർത്ഥന സംരക്ഷണം, പ്രാർത്ഥന സുരക്ഷിതത്വം. ആമേൻ. പ്രാർത്ഥനയിൽ സൃഷ്ടിപ്പിന് ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയുടെ എപ്പിസോഡ് എടുത്ത് നോക്കുക. സ്തോത്രം. അതുകൊണ്ട് സ്തുതിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്രാ ശാസ്ത്രി ദൈവവചനം വായിച്ചപ്പോൾ ജനം എഴുന്നേറ്റ് നിന്ന് മഹാദൈവത്തിന്റെ മുമ്പിൽ അവർ കരങ്ങളെ ഉയർത്തി വണങ്ങി കുമ്പിട്ട് സ്തുതിച്ച് ആരാധിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ സ്തുതിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1, സ്തുതികൾക്ക് അവൻ യോഗ്യനാണ്. 2, അവൻ വലിയവനും അത്യന്ത സ്തുത്യനുമാണ്. മാത്രമല്ല, ദൈവം നമ്മളോട് സ്തുതിക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാ ഉപകാരങ്ങളും മറക്കാതെ സ്തുതിക്കണം, മറക്കാതെ സ്തുതിക്കണം. വീട്ടിൽ തനിയെ ഇരിക്കുമ്പോഴേ ഒരു നല്ല തെളിയുന്ന പേനയും ഒരു 200 പേജിന്റെ ബുക്കും ഒക്കെ മേടിച്ചു വെക്കണം. ആ കിച്ചണിലൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും എടുത്തു വെക്കണം.
കിച്ചണിൽ ഈ ചന്തയെ സൗരന്മാര് പോകുമ്പോൾ അച്ഛാ ഒരു കടുവും കൂടെ മറക്കണേ, വായിക്ക പകുതി വരുമ്പോഴാണ് പറയുന്നത് കടുവ് മേടിച്ചില്ല. അങ്ങനെയൊന്നല്ല, സൗരന്മാരൊരു ബുക്കും പേനയും കിച്ചണിൽ വെച്ചേക്കണം. എന്തിനാണെന്നറിയാമോ? തീരുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുക. അത് മറ്റവർക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതിരിക്കാനായി പറയും. അപ്പൊ നമ്മൾ പറയും അച്ഛൻ അറിയത്തില്ല വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെ വേണം, അങ്ങനെ പറയില്ലേ സൗകര്യം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിയൊക്കെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് വീട്ടിൽ വിശ്രമിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ കാണുന്നത് 107 സങ്കീർത്തനം 21 വാക്യത്തിൽ പറയുന്നത് യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി സ്തുതിക്കണം. സ്തോത്രം. നന്മയെ ചൊല്ലി സ്തുതിക്കണം. നിങ്ങളുടെ നാവിന് ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ പനിയൊക്കെ വരുമ്പോൾ വായിക്ക് ടേസ്റ്റ് മാറി കയ്പ് കയറാറുണ്ടല്ലേ? രുചി വ്യത്യാസം വരാറില്ലേ? അപ്പോൾ നമുക്കിതെല്ലാം രുചിയോട് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു. കൈവിറയ്ക്കാതെ ഭക്ഷണമെടുത്ത് കഴിക്കാൻ അനുവദിച്ചിരിക്കുന്നു. നോക്കുക, യഹോവേ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ ഓർത്ത് പെറുവിറുക്കുകയല്ല, ലഭിച്ചതിനെ ധ്യാനിച്ച് നന്ദി പറയണം. അടുത്തത് നമ്മള് മറ്റ് സ്തുതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 150 സങ്കീർത്തനം 2 വാക്യം കൂടെ സ്ക്രീനിൽ ഇടുന്നു. ഒന്ന് ഇട്ടാട്ടെ മോനെ. അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം. അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം. ഈ സ്തുതി എന്നുള്ള കാര്യം പറയുമ്പോൾ ഹല്ലേലൂയായും സ്തുതിയും സ്തോത്രവും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു മെത്തഡിസ്റ്റ് ലൂതറൻ പള്ളിക്കകത്ത് 14 ദിവസം നിരന്തരമായി പ്രസംഗിച്ചു. ദൈവം തുറന്ന വാതിലാണ് അവിടെ പ്രസംഗിച്ചു. ആദ്യം ഒരു 10-20 പേരെ ഉള്ളായിരുന്നു ആദ്യത്തെ മീറ്റിങ്ങിന്. പക്ഷേ നിരന്തരമായ മീറ്റിങ്ങുകൾ ഇതുപോലെ നടക്കുകയാണ്. അവസാനമായപ്പോഴേക്കും ആ പള്ളിയിൽ ഇരിക്കാൻ സ്ഥലമില്ല, മുറ്റവും ഓൾമോസ്റ്റ് നിറഞ്ഞു. ലോകത്തിൽ ഏറ്റവും വലിയ പഴുതാരയുള്ളത് ആൻഡമാൻസിലാണ്. ഏതാണ്ട് 1 അടിയിൽ കൂടുതൽ നീളം വരും. നമ്മുടെ ഈ തള്ളവിരലിന്റെ കനം വരും. അതിന്റെ ജടയൊക്കെ കണ്ടാൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാമ്പ് പോലെ, ചെറിയ ചുരുങ്ങിയ പാമ്പ് പോലെ നമുക്ക് തോന്നിപ്പോകും. മഴക്കാലം ആകുമ്പോൾ ഇത് വർദ്ധിക്കും അവിടെ. സ്തോത്രം. ഇത് കടിച്ചാൽ നെഞ്ചിന് ഒരു 24 മണിക്കൂർ വേദന. എന്നെ കടിച്ചിട്ടുണ്ട്. ദൈവത്തിന് പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ തിളച്ച വെള്ളം നമ്മൾ എപ്പോഴും അടുപ്പിലിട്ടേക്കും. ഇതിനെ അതുകൊണ്ട് നേരിടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു കാത്തലിക് സഹോദരൻ യോഗത്തിന് വന്നിട്ടുണ്ട്. അവൻ ഒരൊറ്റ നിലവിളിച്ചു. അപ്പോൾ ഞാൻ പ്രസംഗമധ്യേ ചോദിച്ചു, ക്യാ ഹോ ഗയാ? എന്തായിരുന്നു? പറഞ്ഞു, ഓ തോ മുझे കൺകുതിര കാട്ടായേ എന്ന് പറഞ്ഞാൽ എന്നെ പഴുതാര കടിച്ചു. പിന്നെ നമുക്കറിയാം, കടി അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം, നെഞ്ചരിപ്പും വേദനയും ഭയങ്കരം. അപ്പൊ ഞാന് പ്രസംഗമധ്യേ പറഞ്ഞു, തെരെ ഹാത്ത് ഉടാക്കെ ബോലോ ജി ഹല്ലേലൂയ. നിന്റെ കരം ഉയർത്തി നീ ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ പറഞ്ഞു. അയ്യോ, അവനൊരു സ്തുതി സ്തുതിച്ചു, ഉയരുകളഞ്ഞുള്ള ഒരു സ്തുതി. പിന്നെ അവൻ അനക്കമില്ല. ഞാൻ ഇനി ഫ്രണ്ടിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, ഏറ്റവും ബാക്കിൽ ആളുകളുടെ ഇടയിലാണ് സക്കായി ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ക്യാ ഹോ ഗയാ? അഭി തോ ആവാസ് നഹിയേ. നിനക്ക് ശബ്ദം ഇല്ലല്ലോ, എന്തോ പറ്റി? അപ്പൊ അവൻ എഴുന്നേറ്റ് ചിരിച്ചോണ്ട് പറയാ, അഭി തോ ദർദ് നഹിയേ, ഹല്ലേലൂയ മുझे ചങ്കായി കിയാ. ഇപ്പൊ എനിക്ക് വേദനയില്ല, ഹല്ലേലൂയ എന്നെ സൗഖ്യമാക്കിയ. നിങ്ങൾക്കറിയില്ലേ, ഇസ്രായേൽ മക്കൾ അവരുടെ കനാനിന് തടങ്കലായി നിന്ന ജെറിക്കോ മതിൽ അവർ 7 ദിവസം അത് ചുറ്റി. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി. യോശുവ ജനത്തോട് ദൈവ അരുളപ്പാട് പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നിടം വരെ ഒച്ച ഉണ്ടാക്കരുത്, മേളം ഉണ്ടാക്കരുത്, ആരും മിണ്ടരുത്. പക്ഷെ ഞാൻ ആർപ്പിടുവീനെന്ന് പറയുന്നു, നിങ്ങൾ ആർപ്പിടണം, സ്തുതിച്ചാ മതി, അല്ലേ? താങ്ക് യു ജീസസ്. അതൊരു കൂറ്റൻ മതിലായിരുന്നു. രാഹാബ് എന്ന് പറയുന്ന ആ സഹോദരി ആ മതിലിന്റെ മുകളിലാണ് താമസിച്ചത്. സ്തോത്രം. അപ്പൊ വലിയ കോട്ടമതിലിന്റെ മുകളിലായിരുന്നു അവർ പാർത്തിരുന്നതെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അബി
പട്ടണം പിടിക്കപ്പെടുമ്പോൾ അവളെയും കുടുംബത്തെയും രക്ഷിച്ചു. യോശുവയോട് ഉടമ്പടി, ആമേൻ, ഉറ്റുനോക്കാൻ വന്നവരോട് ചെയ്ത ഉടമ്പടിയായിരുന്നു അത്. അവര് പറഞ്ഞു, ഈ ദേശത്തെ യഹോവയുടെ ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുക. ആ സഹോദരി പറയാണ്, ഈ ദേശത്തെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. ആരും ഇടിക്കാനും പൊളിക്കാനും ഒന്നും പോയില്ല. അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ട പൊളിഞ്ഞു താഴെ വീണു. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന വിലപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് രാത്രി നീ തിരുവചനം കേൾക്കുമ്പോൾ ഈ നിന്റെ വാക്തത്വത്തെ തടഞ്ഞു നിൽക്കുന്ന ഏത് കോട്ടയെ നോക്കി ഇന്ന് രാത്രി സ്തുതികൾക്ക് യോഗ്യനായവനെ നീ സ്തുതിക്ക്. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് സ്തുതിക്ക്. ഓ യേശുവിന്റെ നാമത്തിൽ നമുക്കൊരു 5 മിനിറ്റ് നിങ്ങൾ അധരം തുറന്ന് സ്തോത്രം ചെയ്യാനായിട്ട് നിങ്ങളുടെ വാച്ച് നോക്കൂ. ഇപ്പോൾ അതേ പ്രൈസ് ലോർഡ് 10, 19 ആകുന്നു, 20 ആയി. സോ 5 മിനിറ്റ് അധരം തുറന്ന് എല്ലാവരും ലെറ്റസ് പ്രൈസ് അവർ ഗാഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. സ്തോത്രം. അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് അല്പനേരം നന്ദിയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. തടസ്സങ്ങളെ കണ്ട് ഭയപ്പെടാനല്ല, നിങ്ങൾ സിംപ്ലി ഗിവ് താങ്ക്സ് ടു ഗോഡ്. ദൈവത്തിന് അങ്ങ് സ്തുതി കൊടുത്താൽ നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിനായി സ്തുതിക്കുക. ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങൾക്ക് സ്തുതിക്കുക. ഓ, നിങ്ങൾക്ക് നൽകിയ കുടുംബ ജീവിതത്തിനായി സ്തോത്രം ചെയ്യും. നിങ്ങൾക്ക് നൽകിയ ജോലിക്കായി സ്തോത്രം ചെയ്യും. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടോ അതിനെല്ലാത്തിനായി സ്തോത്രം ചെയ്താണ്. നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ കണ്ട് ഭയപ്പെടുകയാണ്. അതിന്റെ നേരെ ദൈവത്തിന് നിങ്ങളുടെ മുറിഞ്ഞ മനസ്സ്, നിങ്ങളുടെ തകർന്ന ഹൃദയം, നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ കുറിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയമാകട്ടെ അതിന്റെ മീനെ സ്തുതിച്ച് കയറുക. അഭിഷേകം പ്രാപിച്ച ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്നിൽ വന്ന് നിറയേണ്ടതൊക്കെ നിറയട്ടെ. അവർ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ നമ്മൾ വായിക്കുന്ന പൗലോസും ശീലാസും അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരെ തളച്ചിട്ടുള്ള ചങ്ങല അഴിഞ്ഞ് താഴെ വീണു. അവരെ പൂട്ടിയിട്ടുന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നുപോയി. അവരുടെ സ്തുതിയുടെ ശബ്ദം കേട്ടപ്പോൾ ദൈവം പിടിച്ചു കുലുക്കിയത് നമ്മൾ വായിക്കുന്നു. ആ തടവറയിൽ കടന്ന സകലരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. രാത്രി സ്തുതിക്കുന്നു. കടലിലായി നിൽക്കുന്ന എല്ലാ ചങ്ങലകളും നിന്റെ സ്വാതന്ത്ര്യത്തെ, നിന്റെ പഠനത്തിന്റെ സ്വാതന്ത്ര്യത്തെ, നിന്റെ കരിയറിന്റെ ഫ്രീഡത്തെ, നിന്റെ ഫാമിലിയുടെ ഫ്രീഡത്തെ, നിന്റെ ബ്ലെസ്സിങ്ങിന്റെ ഫ്രീഡത്തെ ഒക്കെ നന്ദിയുള്ള സ്തോത്രത്താൽ ചില നടക്കട്ടെ.
ഞങ്ങളെ ഓർത്തതിനായി എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം? എല്ലാവർക്കും അഡ്മിറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. വിട്ടുവയ്ക്കുന്ന ദൈവമാക്കിയ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചിലരുടെ അഡ്മിറ്റ് ചെയ്തു, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി ഉള്ളവരുടെ മ്യൂട്ട് ചെയ്താട്ടെ. ഇനി നമ്മള് എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം? 150 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നത് അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തികൾ ഏതൊക്കെ ഉണ്ട് എന്നൊന്ന് പരിശോധിക്കണം. കണ്ടോ? താങ്ക് യു വെരി മച്ച്. അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം. പ്രൈസ് ഗോഡ്. ദൈവവചനം പറയുന്നു, അവൻ നമ്മുടെ കണ്ണിനെ കണ്ണീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ദൈവത്തെ എന്തുകൊണ്ട് സ്തുതിക്കണം? അതെ, അവന്റെ എക്സലന്റ് ആയിട്ടുള്ള ഗ്രേറ്റ്നെസ് ഓർക്കണം. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കണം. അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളെ റെഫറൻസുകൾ കുറിച്ചെടുക്കുക. സെൽ മീറ്റിങ്ങുകളിലും ഒക്കെ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ്. ഇനി ആര് സ്തുതിക്കണം എന്നുള്ളത് നമ്മൾ പിന്നാലെ വരുന്നു. ആമേൻ. അടുത്തത്, അത് നല്ലതാണ്. 92-ാം സങ്കീർത്തനം 1-ാം വാക്യം, അതിന്റെ 3-ാം വാക്യം, 147-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താ പറയുന്നത്? നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവുമാണ്. പ്രൈസ് ഗോഡ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. നോക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് 3-ാം വാക്യം, അതിന്റെ 147-1. അതെ, രാവിലെ നിന്റെ ദയയും രാത്രിതോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. താങ്ക് യു മോനെ. വീണ്ടും നമ്മൾ 147-1 നിങ്ങൾ നോക്കിക്കേ. എന്താ എഴുതിയിരിക്കുന്നത്? സാംസ് 147:1 എന്തെഴുതിയിരിക്കുന്നു? യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവുമാണ്. അപ്പം സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതം അല്ലേ? അപ്പോൾ നേരുള്ളവർക്ക് സ്തുതിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ? ഫ്രം ദ ഹാർട്ട്, റൈറ്റ്? സ്തോത്രം. അടുത്തത് 2 ശമൂവേൽ 22-ാം അധ്യായം 4-ാം വാക്യവും 18-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലും നമ്മൾ കാണുന്നത് അവൻ അതിന് യോഗ്യനായതുകൊണ്ട് സ്തുതിക്കണം. സ്തുത്യനായ യഹോവേ എന്ന് നമ്മൾ വായിക്കുന്നു. സ്തുത്യനായ യഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും. നോക്കുക. അപ്പോൾ അതിന് യോഗ്യനായത് കൊണ്ടാണ്. യെസ് ലോർഡ്. ഇനി നോക്കുക, 69-ാം സങ്കീർത്തനം 30-ാം വാക്യം എഴുതിയിരിക്കുന്നത് എന്താണ്? സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സോ സ്തോത്രത്തോട് അവനെ മഹത്വപ്പെടുത്തുവിൻ എന്ന് നമ്മൾ കാണുന്നത്. ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തുവിൻ. 69-ാം സങ്കീർത്തനം 30-ാം വാക്യം. ഇനി നമ്മൾ കാണുന്നത് സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതം. 33-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? പ്രൈസ് ഗോഡ്.
സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ് എന്ന്. അപ്പോൾ അപ്പോൾ മറ്റൊരു കാര്യം, സ്തുതികളിന്മേൽ ദൈവം വസിക്കുന്ന ദൈവമാണ്. 22-ാം സങ്കീർത്തനം 3-ാം വാക്യം, ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്തുതിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയണ്ടേ? 84-ാം സങ്കീർത്തനം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അടുത്തത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാന്മാർ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. നോക്കിക്കേ, അപ്പോൾ സ്തുതിക്കുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നു? ഓ, യു ആർ ഗെറ്റിംഗ് എനർജി. നമ്മൾ ക്ഷീണിച്ച് തളർന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് BP ലോ ആയി നമ്മൾ വളരെ തളർച്ചയിലാണെങ്കിൽ അവരെന്ത് ചെയ്യും? കുറച്ച് സ്പെഷ്യൽ വൈറ്റമിനും എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് ഫ്ലൂയിഡ് തരും, അല്ലേ? നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ആൾ ഉഷാറാകും. സൗരങ്ങളെ, അപ്പോൾ ഇവിടുത്തെ ഫ്ലൂയിഡ് കയറുമ്പോൾ നമ്മൾ ഇച്ചിരി ആൾ ഉഷാറായി എഴുന്നേൽക്കും. ഇവിടെ 10 സ്തോത്രം പറയും. ഞാൻ ചില സമയങ്ങളിലൊക്കെ വളരെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന സമയങ്ങളുണ്ട്, ടയർഡായി. നിങ്ങൾക്കറിയാമല്ലോ, ഇതിപ്പം 50-ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കുന്നത്, കണ്ടിന്യൂ ആയിട്ട്. നിങ്ങൾ ഈ കസേര ഇരുന്നെന്ന് പറഞ്ഞു നോക്കണം, അന്നേരം അറിയാം. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ്, മോർണിംഗ് ആൻഡ് ഈവനിങ്, എല്ലാ തെളിവുകളും നിങ്ങൾക്ക് തന്ന് വളരെ കൃത്യതയോട്, കാരണം നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ അതിനെല്ലാത്തിനും വിത്ത് എവിഡൻസോടുകൂടി നിങ്ങൾക്ക് തരുന്നത് എന്തിനാണ്? അറയ്ക്കാതെ, ഭയപ്പെടാതെ, കാലിടറിപ്പോകാതെ നിങ്ങൾക്ക് ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. സ്തോത്രം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുവാനിടയായി തീരുന്നു. മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം എന്ത് ചെയ്യും? നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും, നിങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഉള്ളിൽ കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യാത്ര ചെയ്യുമ്പോഴൊക്കെ സ്തോത്രം, 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 സ്തോത്രം. ഒരിക്കലും ഒരു ബസ് ആക്സിഡന്റ് എനിക്കുണ്ടായപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗും വീലുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. ഒരു വളവ് തിരിഞ്ഞേച്ച് അടുത്ത സ്ഥലത്തോട്ട് കിട്ടിയില്ല. ഒരു കൂറ്റൻ മതിലെ ചെന്നിടിച്ച് വണ്ടി തലകീഴായി പറഞ്ഞു. വാഹനത്തിലുള്ള പലരും പിന്നീട് മരിച്ചു എന്നാണ് അറിയാനിടയായി തീർന്നത്. എന്റെ കീഴ്ചുണ്ട് തുളച്ച് 2 പല്ല് പുറത്തുമായി. എന്റെ കാലിന്റെ ലിഗമെന്റ് അതിന്റെ മുൻസീറ്റിന്റെ റാഡേ ചെന്നിടിച്ചിട്ട് കാല് അടിയിലോട്ട് വളഞ്ഞങ്ങ് പോയി. ഞാൻ ജനിച്ചപ്പോൾ 3.5 വയസ്സ് പ്രായമായപ്പോൾ എനിക്ക് പിള്ളവാത പോളിയോ വന്ന് എൻ്റെ കാല് 2 വളഞ്ഞു പോയത്. സ്റ്റൈഫിൻ്റെ ഒക്കെ സ്കൂളിൽ നിന്ന് മേടിച്ച് ഞാൻ പഠിച്ചതാണ്. കാരണം വികലാംഗനായിരുന്നു. അപ്പോൾ ഞാൻ സങ്കടത്തോട് ദൈവത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, നടക്കുമ്പോൾ എൻ്റെ കാല് ചിലപ്പോൾ ഡിസ്ലൊക്കേഷനായി ഇങ്ങനെ പോകാറുണ്ട്. ഭയങ്കര വേദനയാണ് നേരം. ആ ലിഗമെന്റ് അങ്ങനെ പിന്നെ ഞെരുങ്ങുമ്പോൾ ഭയങ്കര വേദനയാണ്. പക്ഷേ അന്ന് ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിശ്രമമെല്ലാം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു സയന്റിസ്റ്റിന്റെ വീട്ടിൽ താമസിച്ചു. അദ്ദേഹം ഒരു ഡോക്ടറും കൂടിയാണ്. അദ്ദേഹം എന്നെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, പൊന്നപ്പാശ്രയെ, നിങ്ങളുടെ ഈ കാല് 3.5 വയസ്സിൽ വളഞ്ഞു പോയത് കൊണ്ടാണ് ഈ ആക്സിഡന്റ് വന്നപ്പോൾ ഈ സീറ്റേ ചെന്ന് കാലിടിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി അത് വളഞ്ഞങ്ങ് പോയി. ഇല്ലായിരുന്നു ഈ 2 ചിരട്ടയും പൊട്ടിപ്പോയത്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് റോമർ 8:28 പ്രത്യേകത എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഭാവിയിൽ ആക്സിഡന്റ് വരുമ്പോൾ ഈ ചിരട്ട പൊട്ടിപ്പോകാതിരിക്കാൻ ഇത് എൻ്റെ കുഞ്ഞിന്റെ കാല് വളഞ്ഞു കിടക്കട്ടെ. അതുകൊണ്ട് വൈകല്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഏത് ഏരിയാസിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അതിനങ്ങ് നന്ദി പറഞ്ഞ് ദൈവത്തെ അങ്ങ് സ്തുതിച്ചോ. എൻ്റെ കർത്താവ് അറിയാതെയല്ല. കാരണം മോശ വിക്കനാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഊമനെയും ചെകിടിനെയും തടിച്ച നാവുള്ളവനെയും സൃഷ്ടിച്ചതാരെ? ഞാനല്ലയോ? അതുകൊണ്ട് അതിൻ്റെ പുറകിൽ ഒരു ഗ്ലോറിയസ് പ്ലാൻ ദൈവത്തിന് കാണും. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിക്കരുത്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായും സ്തുതിക്കണമെന്നാണ്. 37-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും.
അപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെയും കർത്താവെ പ്രവർത്തിക്കണേ പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വിഷയത്തിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇട്ടാൽ പോരെ. പിന്നെ ഓരോ ദിവസം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുകയാണെങ്കിൽ അവർ തരുന്ന മറുപടി എന്തായിരിക്കും? ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട് വിത്ത് എ സൈക്കാട്രിസ്റ്റ്, അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നിട്ടാൽ മതി. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം. അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം. അവിടുന്ന് എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടത് കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയാണ് ആവശ്യം. അല്ലാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് ധർണ നടത്തുന്ന പോലുള്ള സ്ട്രൈക്കിന്റെ പ്രയർ ആവശ്യം നമുക്കില്ല. നമ്മൾ ബെഗേഴ്സ് അല്ല, മക്കളാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവകാശികളാണ് എന്ന് തിരിച്ചറിയണം. മാത്രമല്ല, അടുത്തത് 14-ാമത്തെ കാര്യം, സ്തുതി വിജയത്തിന്റെ മുന്നോടിയാണ്. 2 ദിനവൃത്താന്തത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 21, 2 ദിനവൃത്താന്തം 20-ന്റെ 21, 22 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ശത്രുക്കൾ മുഴുവൻ യഹോശാഫാത്തിനെതിരായി തീരുകയാണ്. എന്നാൽ താൻ എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗണത്തെ നിയമിക്കുന്നതിന് അവന് ദൈവം കൽപ്പന കൊടുത്തു. സംഗീതക്കാർ സൈന്യത്തിന് മുമ്പിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുകയും പാടുകയും ചെയ്തു. അവരെന്ത് ചെയ്തു? യഹോവയെ സ്തുതിപ്പി, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സേർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. കണ്ടോ? അപ്പൊ നമ്മൾ കാണുന്ന എന്താ? 2 ദിനവൃത്താന്തം 20-ന്റെ 21, 22 വാക്യങ്ങളിൽ വിജയത്തിന്റെ മുന്നോടിയാണ് സ്തുതിക്കുന്നത്. ചർച്ചിൽ പോകുമ്പോൾ എല്ലാവരോടും പാസ് പറയും, എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ എന്ന് പറയുമ്പോൾ ഒറ്റ സ്തുതിയാ. തമിഴ്നാട്ടിൽ ഞങ്ങൾ പണ്ട് കൂടെ പ്രസംഗിക്കാൻ പോകാം. അപ്പൊ അവര് പറയും, ആണ്ടവരേ കോടാക്കോടി സ്തോത്രം. ഒറ്റ സ്തോത്രം പറഞ്ഞ് കോടിയുടെ അക്കൗണ്ട് എഴുതി വെക്കും. അങ്ങനെയല്ല ദൈവത്തിന്റെ സ്തോത്രം. എല്ലാരും കയ്യെ തൂക്കി ഒരു അല്ലേലിയ പോടുവെന്ന് പറഞ്ഞാൽ ഒറ്റ പോടല, തീർന്നു. പിന്നെ സ്തുതിക്കത്തൊന്നുമില്ല. അങ്ങനെയല്ല സഹോദരങ്ങളെ, നമ്മൾ എന്തോ ചെയ്യണം? അത് സ്തുതിക്കുന്നത് വിജയത്തിന്റെ മുന്നോടിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, പിന്നെന്താ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസേനയിൽ ശക്തിയുള്ളവ തന്നെ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില അപ്പച്ചന്മാർ എഴുന്നേറ്റ് ദൈവസേനയിൽ എഴുന്നേറ്റ് 2 ഹല്ലേലൂയ പറയുമ്പോഴേ ചർച്ച് നടുങ്ങും. ദൈവകൃപയുള്ള അപ്പച്ചന്മാര് പണ്ട് ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില ആളുകൾ ആത്മനിറവിൽ ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു രായപ്പൻ ഉപദേശി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം മരിച്ചുപോയി. കൂടെ അദ്ദേഹം എൻ്റെ അടുക്ക വരുമായിരുന്നു. ഞാൻ വാക്യങ്ങളെല്ലാം എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ കൊടുത്ത ഹാൻഡ് മൈക്ക് കൊണ്ട് അനേക 100 കണക്ക് സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 18 ദിവസം എൻ്റെ കൂടെ വന്ന് താമസിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ദൈവദാസൻ ഒരു സ്ഥലത്ത് എന്നേച്ച് ഒരൊറ്റ ഗ്ലോറി എന്നൊരു വേർഡ് പറഞ്ഞാൽ ഭൂതമുണ്ട് അന്നേരം ഇളകും. മനസ്സിലായോ? ഒരു ചർച്ചിൽ ചെന്നപ്പള്ളി ഒറ്റ ഗ്ലോറി പറഞ്ഞാൽ മതി, അശുദ്ധാത്മാവ് ബാധിച്ചവരുണ്ട് അന്നേരം ഇളകും. അപ്പൊ സ്തുതിയുടെ ശക്തി അത്ര ഭയങ്കരമാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴും സ്തുതിക്കുന്ന ഒരു ഹൃദയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്തുതിയുടെ പ്രത്യേകത. ഇനി അടുത്തത്, ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? എന്തുകൊണ്ട് സ്തുതിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ഇനി ആരാണ് സ്തുതിക്കേണ്ടത്? ആമേൻ. 145-ാം സങ്കീർത്തനം 21-ാം വാക്യം, 148-ാം അധ്യായം 11 മുതൽ 13 വരെ കാണുമ്പോൾ സകല മനുഷ്യരും എല്ലായിടത്തും ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് കുറച്ച് റെഫറൻസ് എഴുതാനുള്ളത് കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവവചനത്തെ ബഹുമാനിക്കുകയും ദൈവവചനം കേട്ടതിന് ശേഷം സ്തുതിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ആര് സ്തുതിക്കണം, എങ്ങനെ സ്തുതിക്കണം, എപ്പോൾ സ്തുതിക്കണം, എന്തുകൊണ്ട് സ്തുതിക്കണം, ഇതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്തോത്രം. ഒന്ന്, സകല മനുഷ്യരും എല്ലായിടത്തും ദൈവത്തെ സ്തുതിക്കണം. അതിന്റെ റെഫറൻസ് ആണ് 145 സങ്കീർത്തനം 21-ാം വാക്യം, 148-ന്റെ 11 മുതൽ 13 വരെ. 2, സകല ജഡവും ദൈവത്തെ സ്തുതിക്കണം എന്നാണ് 145-ന്റെ 21-ൽ വീണ്ടും നമ്മൾ കാണുന്നത്. സ്തോത്രം. അടുത്തത്, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്നത് 150-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഓക്കെ. അടുത്തത്, ദൈവത്തിന്റെ ജനം അവനെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു 79-ാം സങ്കീർത്തനം 13-ാം വാക്യം. നീതിമാന്മാരെ യഹോവയെ സ്തുതിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു, അത് 140-ാം സങ്കീർത്തനം അതിന്റെ 13-ാം വാക്യം. എല്ലാം എഴുതി വെക്കുന്നുണ്ടോ നിങ്ങൾ?
അടുത്ത് കാണുന്ന ഭക്തന്മാരവനെ സ്തുതിക്കണം, 145 സങ്കീർത്തനം 10 വാക്യം. അടുത്തത് വീണ്ടെടുക്കപ്പെട്ടവർ അവനെ സ്തുതിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, 107 സങ്കീർത്തനം 1 വാക്യം. ദൈവത്തെ ഭയപ്പെടുന്നവർ അവനെ സ്തുതിക്കണമെന്ന് എഴുതിയിരിക്കുന്നു, 22 സങ്കീർത്തനം 23 വാക്യം. സത്യത്തെ ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ സ്തുതിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, 1 തിമോഥെയോസ് 4:3. ഓക്കെ, ഇവിടെയെല്ലാം നാം കാണുന്നത് ദൈവത്തെ സ്തുതിക്കേണ്ടത് ആരൊക്കെയാണ്. പിന്നെ ദൈവത്തിന്റെ ദാസന്മാർ അവനെ സ്തുതിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, 113 വാക്യം, സങ്കീർത്തനം 113 വാക്യം, 134 വാക്യം. ഓക്കെ, ഇവിടെയെല്ലാം നമ്മൾ കാണുന്നു 135 വാക്യം, അവിടെയെല്ലാം ദൈവത്തിന്റെ ദാസന്മാർ അവനെ സ്തുതിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് കാണുന്നത് അവന്റെ സകല ദൂതന്മാരും അവനെ സ്തുതിക്കട്ടെ എന്ന് കാണുന്നു, 148 സങ്കീർത്തനം 2 വാക്യം. അവന്റെ സകല ദൂതന്മാരും അവനെ സ്തുതിക്കട്ടെ എന്ന് കാണുന്നു. വീണ്ടും നമ്മൾ കാണുന്ന പ്രകൃതി മുഴുവൻ ദൈവത്തെ സ്തുതിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് സങ്കീർത്തനം 148 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതിന്റെ തൊട്ടു മുമ്പിൽ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ദൈവത്തെ എന്തുകൊണ്ട് സ്തുതിക്കണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നുള്ളതാണ്. ആര് സ്തുതിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി, എന്തുകൊണ്ട് സ്തുതിക്കണമെന്ന് മനസ്സിലാക്കി, ഇനി എപ്പോൾ സ്തുതിക്കണമെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അതിന് ദൈവജനം എന്തോ പറയുന്നു, 113 സങ്കീർത്തനം 1 വാക്യം പറയുന്നത്, ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നോക്കിയേ, അപ്പൊ there is no limitation to praise our God. ഒരു പരിധി ദൈവത്തെ സ്തുതിക്കുന്നതിന് ഇല്ല. ആമേൻ. അതുകൊണ്ട് ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. വീണ്ടും വായിക്കുന്നു, എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു, 71 സങ്കീർത്തനം 8 വാക്യം. എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവനും നല്ല ഇതിനർത്ഥം. വീണ്ടും 146 സങ്കീർത്തനം 2 വാക്യമാണ് 3-ാമത്തെ കാര്യം. അപ്പൊ 1, ഉദയം മുതൽ അസ്തം വരെ സ്തുതിക്കണം. ഇതെന്താണ് അതിന്റെ ഹെഡിങ്, എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെയാണ് ഇതിന്റെ നമ്പർ 1, ഉദയം മുതൽ അസ്തമനം വരെ. സെൽ ഗ്രൂപ്പുകളിലെല്ലാം നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ. 2, ദിവസം മുഴുവൻ ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. 3, ജീവനുള്ള കാലത്തോളം ദൈവത്തെ സ്തുതിക്കണം, 146:2. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഓക്കെ, 4-ാമത്തത് എല്ലാ കാലത്തും സ്തുതിക്കുക, 34 സങ്കീർത്തനം 1 വാക്യം. നോക്കുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു, ഉദയം മുതൽ അസ്തമനം വരെ, ദിവസം മുഴുവനും, ജീവനുള്ള കാലത്തോളം, എല്ലാ കാലത്തും സ്തുതിക്കണം. പക്ഷേ നമുക്ക് വേറെ കാര്യമുണ്ട്, നമ്മൾ വിഷാദത്തിലിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം. കാര്യം നമ്മൾ വായിക്കുന്ന 42 സങ്കീർത്തനം 11 വാക്യത്തിൽ പറയുന്നത് എന്താണ്, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന്. എന്റെ ആത്മാവെ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ന്. ചില സമയത്ത് നമുക്ക് വലിയ ഞരക്കമുണ്ടല്ലേ, ഹോവേ ഞാൻ എത്ര ഞരങ്ങിയിരിക്കുന്നു, ഞാൻ എത്ര ഞെരുങ്ങിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. എന്നിട്ട് പറയുന്നത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഒരിക്കൽ ഭൂട്ടാനിൽ പാസ്റ്റർ P.S. ശാമുവേൽ, വാവുര്യാപുരം യോനച്ചായന്റെ ജ്യേഷ്ഠൻ, താനെ ഭൂട്ടാനിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ഈ അനുഭവം പറഞ്ഞത് ഗാന്ധിധാമിൽ ഞങ്ങളുടെ കൺവെൻഷന് 32,000 പേര് കൂടിയ കൺവെൻഷൻ അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഭൂട്ടാനിൽ അദ്ദേഹം വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊള്ളക്കാരൻ ഇദ്ദേഹത്തിനെ യോഗം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിൽ തലയിൽ വലിയ പാറയിട്ട് കൊല്ലേണ്ടതിനു വേണ്ടി ഒരു പാറ, വളരെ കഷ്ടിച്ചൊരു പാറക്കഷ്ണവുമായിട്ട് അദ്ദേഹം മരത്തേലിരിക്കുകയാണ്. സ്തോത്രം. അപ്പോഴാണ് കുറെ ദൂരത്തിൽ ഈ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിനിടയിൽ ആത്മനിറവിൽ കർത്താവിന്റെ ദാസൻ P.S. ശാമുവേൽ പാസ്റ്റർ ഉറക്കെ പറഞ്ഞു, ബോലോജി ഹല്ലേലൂയ. ജനമുച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെയുള്ള ഒരു മുഴക്ക ശബ്ദം കേട്ട കൊള്ളക്കാരൻ പേടിച്ചിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് വിറച്ച് കല്ല് തറയും. ഇന്ന് രാത്രിയിലും തിരിച്ചറിഞ്ഞോണം, നീ സ്തുതിക്കുമ്പോൾ നിനക്കെതിരായി ശത്രു പിടിച്ചിരിക്കുന്ന പിടിയെല്ലാം അവന്റെ കയ്യിൽ
ഏതെല്ലാം ശത്രുവിന്റെ ടാർഗറ്റുകളുണ്ടോ, നീ സ്തുതിക്കുമ്പോൾ, വീട്ടിൽ സിംപിളി നീ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ, ശാരീരിക മണ്ഡലങ്ങളിൽ നിനക്കെതിരായി എറിയാനുള്ള എല്ലാ ശത്രുവിന്റെ കരുനീക്കങ്ങളെയും ദൈവം തമ്പുരാനെ അവന്റെ കയ്യിൽ നിന്ന് പിടിവിടും. വീണ്ടും അദ്ദേഹം പറഞ്ഞു ബോലോജി ഹല്ലേലൂയ. അദ്ദേഹം വീണ്ടും ഭയന്നിട്ട് പിടിവിട്ട് മരത്തിൽ നിന്ന് താഴെ വീണു. പി ശമൂവേൽ പാസ്റ്റർ പറഞ്ഞു വീണ്ടും ബോലോജി ഹല്ലേലൂയ, വീണ്ടും സ്തുതിക്കാൻ പറഞ്ഞു. സംഭവിച്ചത് നിങ്ങൾക്ക് കേൾക്കണം. ഇദ്ദേഹം ഭയന്നിട്ട് ഇദ്ദേഹത്തിന് മരണഭീതിയായി, വെപ്രാളമായി. ഈ കൊല്ലാൻ കൊണ്ടുവന്ന കയറിയ ആ വലിയ പാറക്കല്ലുമായിട്ട് ഇദ്ദേഹം നേരെ കൺവെൻഷനിലോട്ട് ചെന്നിട്ട് ആ ദൈവ മനുഷ്യന്റെ കാൽക്കൽ ഈ കല്ല് വെച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ വേണ്ടി കല്ലുമായിട്ട് പോയിരുന്ന, പക്ഷേ ഹല്ലേലൂയയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഭയന്ന് വിറച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു കൊള്ളണം, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേൻ, നമുക്കെതിരായി നിൽക്കുന്നതെല്ലാം ഇടിഞ്ഞു താഴെ വീഴുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് ഉദയം മുതൽ അസ്തം വരെ നമ്മൾ സ്തുതിക്കാനുള്ള ശീലം വളർത്തിയെടുക്കണം. ദിവസം മുഴുവൻ സ്തുതിക്കാൻ, ജീവനുള്ള കാലത്തോളം സ്തുതിക്കാൻ, എല്ലാ കാലത്തും സ്തുതിപ്പാൻ. നമ്മുടെ വിഷാദ സമയങ്ങളിലും ദുഃഖ സമയങ്ങളിലും നമ്മൾ ആമേൻ സ്തുതിക്കണം. ഇനി നമ്മൾ എല്ലാറ്റിനും വേണ്ടി സ്തുതിക്കണമെന്ന് വചനം പറയുന്നു അല്ലേ? എഫെസ്യ ലേഖനം 5-ാം വാക്യം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. അപ്പോൾ ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നും നാം പഠിച്ചു. ഇനി അടുത്ത ഒരു ചോദ്യം വരുന്നു, എവിടെ വെച്ചാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്? അതിനോട് മനസ്സിലാക്കണം. ആമേൻ, ആമേ, why should we praise our God? അത് നമ്മൾ പഠിച്ചു. ആമേ, ആരെ സ്തുതിക്കണം എന്ന് പഠിച്ചു. സ്തോത്രം. എപ്പോഴാണ് സ്തുതിക്കേണ്ടത് എന്ന് നാം പഠിച്ചു. ആമേൻ. ഇനി എവിടെ വെച്ചാണ് സ്തുതിക്കേണ്ടത് എന്നുള്ള റെഫറൻസോട് നിങ്ങൾക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ തരുന്നത് യുക്തമെന്ന് എനിക്ക് തോന്നുന്നു. നമ്പർ 1, സഭാമധ്യേ എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. 22-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ പറയുന്നു, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അപ്പൊ ആലയത്തിൽ പോകുമ്പോൾ സ്തോത്രത്തോടെ അവന്റെ പ്രാകാരങ്ങളിലേക്ക് ചെല്ലണം കേട്ടോ. ദൈവസ്ഥനെ ചെല്ലുമ്പോൾ ഒരാൾക്ക് നമുക്ക് ഇങ്ങോട്ട് സ്തോത്രം തന്നിട്ട് അങ്ങോട്ട് സ്തോത്രം പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ ചെല്ലുമ്പോഴേ ആമേൻ സഹോദരിമാരെ ഒന്ന് കൈകൂപ്പി, സഹോദരന്മാരാണേലും ഒന്ന് കൈകൂപ്പി നമുക്ക് സ്തോത്രം പറയുന്ന ഒരു നല്ല ശീലം തമിഴ്നാട്ടില്, ആന്ധ്രയില് ഒക്കെ ചെന്നാല് അതൊരു ബഹുമാന സൂചകമായി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയുന്നതാണ് സ്തോത്രം. ഓക്കെ, അവിടെ സഭാമധ്യേ സ്തുതിക്കുന്നത് നല്ലതാണ്. അടുത്തത് വംശങ്ങളുടെ നടുവിൽ സ്തുതിക്കുന്നു എന്നുള്ളൊരു വാക്യം 57-ാം അധ്യായം 9-ാം വാക്യ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. മൂന്നാമത്തത് അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവീൻ എന്ന് 100-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നു. അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവീൻ. 4-ാമത്തെ പ്രത്യേകത, മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അവർ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. സങ്കീർത്തനം 107:32. 5-ാമത്തെ പ്രത്യേകത, ജാതികളുടെ മധ്യേ യഹോവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടുമെന്ന് 108-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു. അടുത്തത് കാണുന്നത്, പുരുഷാരത്തിന്റെ നടുവിൽ ഞാൻ പുരുഷാരത്തിന്റെ നടുവിൽ അവനെ പുകഴ്ത്തുമെന്ന് 109-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ പറയുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹത്തായ കാര്യങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും അടുക്കും ചിട്ടയോടും വളരെ ലക്ഷ്യബോധത്തോടും കൂടെ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നെഹമ്യാവ് വിളിച്ചതിനനുസരിച്ച് എസ്രാ ശാസ്ത്രി ദൈവവചനം പൊതുജനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ആമേ സകല ജനവും കാണുകയും രാവിലെ മുതൽ ഉച്ചവരെ വായിച്ചു കേൾപ്പിച്ചു. ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു അത് ശ്രദ്ധയോടെ കേൾക്കുകയും വളരെ ആവേശഭരിതരായി നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിപ്പാനും അവർ തയ്യാറായി. ഇന്ന് രാത്രിയിലും നിങ്ങൾ പഠിക്കുന്നതും ഗ്രഹിക്കുന്നതുമായ തിരുവചനങ്ങൾ
ആമേൻ. വേദവിദ്യാർത്ഥികളായി നിങ്ങൾക്ക് കർത്താവിത് നിങ്ങൾക്ക് പങ്കുവെച്ചു തരുവാൻ എന്നെയും കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കേണ്ടത് 8-ാമത്തെ അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകം, അതിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. നോക്കുക, ശരിയായ നിലവിളി. പല കരച്ചിലുകൾ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. ആവശ്യബോധത്തിന് വേണ്ടിയുള്ള കരച്ചിലുണ്ട്, പ്രവാസത്തിൽ പോയപ്പോഴുള്ള കരച്ചിലുണ്ട്, വേർപാടിലുള്ള കരച്ചിലുണ്ട്. സ്തോത്രം. അപ്പോൾ തന്നെ നന്ദിയുള്ള ഹൃദയത്തോടെ മറിയ ആമേ വില കൂടിയ തൈലം പുരട്ടിയിട്ട് കണ്ണുനീരോടുകൂടി അവന്റെ പാദത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ തലമുടി കൊണ്ട് തുടച്ചെടുത്ത നന്ദിയുള്ള ഹൃദയമുണ്ട്. സോ വെൻ വി കം ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്, നമ്മുടെ ഹൃദയം നന്ദിയോടെ സ്തുതിക്കണം. ഇടത്തുള്ളവർ സ്തുതിച്ചോ, വലത്തുള്ളവർ സ്തുതിച്ചോ, മുമ്പിലുള്ളവർ സ്തുതിച്ചോ, പുറകിലുള്ളവർ സ്തുതിച്ചോ, ഡസന്റ് മാറ്റർ. ഈ വചനം പഠിക്കുന്ന നീ ഇന്നു മുതൽ അധരം തുറക്കണം. സ്തോത്രം. ശബ്ദം കൂടുതൽ ഉയരേണ്ടത് ദൈവത്തെ സ്തുതിക്കാനായിരിക്കട്ടെ. ശബ്ദം കൂടുതൽ ഉയരുന്നത് ദൈവത്തെ ആരാധിക്കാനായിരിക്കട്ടെ. ശബ്ദം കൂടുതൽ ഉയരുന്നത് ദൈവ വചനം വായിക്കുന്നതിനാകട്ടെ. നിങ്ങളുടെ മാക്സിമം എനർജി കർത്താവിനായി നൽകുക. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവവചനം നമ്മൾ മനസ്സിലാക്കുവാൻ, ചിന്തിക്കുവാനിടയായി തീർന്നല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ ദിവസങ്ങളിൽ ശരിയായ ലക്ഷ്യത്തോടുകൂടെ ദൈവം നിങ്ങളുടെ മുമ്പിൽ തരുന്ന ആരോടും സിസ്റ്റമാറ്റിക്കലായി ദൈവവചനത്തിലെ പൊരുളുകൾ തിരിച്ചു കൊടുക്കുവാനും അത് മനസ്സിലാക്കി കൊടുത്ത് അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ വിശ്വാസത്തോടെ പറ. നിങ്ങളുടെ ആയുസ്സിൽ കർത്താവേ, ഞാൻ അങ്ങയിൽ നിന്ന് മനസ്സിലാക്കുന്ന വചനങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളോടൊന്ന് പറ. യെസ് ലോർഡ്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. എന്നെ ദൈവം രക്ഷിച്ചത് കൊണ്ട് എന്റെ രക്ഷിതാവിനെ രക്ഷിക്കപ്പെടാത്തവരറിയണം. എനിക്ക് ദൈവം ദാനമായി നൽകുന്ന ദൈവ വചനം അത് കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഭവനത്തിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളെ ദൈവം അയച്ചത് കൊണ്ടാണ് എനിക്ക് രക്ഷകനെ കാണാൻ ഇടയായതെങ്കിൽ കർത്താവെ, രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ അരികിലേക്ക് ഏത് മീഡിയയിലൂടെ ആകട്ടെ, ടെലിഫോണിക്കിലും ആകാം, വാട്സപ്പിലൂടെ ആകാം, സോഷ്യൽ മീഡിയയിലൂടെ ആകാം, മീഡിയ ഏതുമാകട്ടെ, പക്ഷെ നിങ്ങളുടെ ഉള്ളം വാഞ്ചിക്കണം. ഗിവ് മീ സോൾസ്. കർത്താവെ, ഒരു ഭക്തൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ആത്മാക്കളെ തരുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. പലപ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ, എനിക്ക് ആത്മാക്കളെ തരുന്നില്ല, എന്നെ എടുത്തോണേ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. കർത്താവ് അനേകം ആത്മാക്കളെ, ഇന്നുവരെയും എന്റെ ഒരു മീറ്റിംഗിൽ ഒരു പാപി രക്ഷിക്കപ്പെടാത്ത മീറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. കാരണം പാപികൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രിയിലും തിരുവെടുത്ത് പഠിക്കേണ്ടവന് കർത്താവ് കൂട്ടിവരുത്തിയ നിങ്ങളെല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചിലർക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ലീലമാമ പ്രാർത്ഥിക്കാമോ? യെസ് ലോർഡ് ജീസസ്. മ്യൂട്ടാണ് ഇപ്പോഴോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുണ്യനാമത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം അപ്പാ. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. എപ്പോൾ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം അപ്പാ, ആ വിലയേറിയ വെളിപ്പാടിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിപ്പാൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ. ആമേൻ. നേരം വിളിക്കുമ്പോൾ അപ്പാ, ആമേൻ, പ്രഭാതം മുതൽ സന്ധ്യ വരെ പ്രാർത്ഥിപ്പാൻ, രാത്രികാലങ്ങളിൽ പ്രാർത്ഥിപ്പാൻ, ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവേ. നശിച്ചു പോകുന്ന ജനത്തെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ താമസിക്കുന്നവര്, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങൾ കയറുന്ന വാഹനങ്ങളിൽ കർത്താവെ യാത്ര ചെയ്യുന്നവര്, എത്രയോ ആയിരങ്ങളോ പതിനായിരങ്ങളോ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തന്നതായി വിലയേറിയ അനുഗ്രഹത്തിനായി അവരെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി മുട്ടിനുമേൽ നിൽപ്പാൻ, അവരെ ഓർത്ത് കർത്താവെ നിന്റെ സ്നേഹദാനത്തിൽ പക്ഷപാതം കഴിപ്പാൻ, ഇന്ന് പകൽ രാത്രി കാലം ഇന്ന് കർത്താവെ നിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച ആ വിലയേറിയ ആമേൻ ഹല്ലേലൂയ വെളിപ്പാടിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന നിന്റെ മക്കളും അവകാശികളുമാക്കി തീർത്ത ഏത് സമയത്തും
അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ആ പുത്രത്വത്തിന്റെ അവകാശത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു പിതാവേ. നിന്റെ ദാസനായ വിശേഷമായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. 40 ദിവസത്തേക്കുള്ളതായ ഈ പ്രോഗ്രാം തന്നെ അനുഗ്രഹമായി തീർന്ന് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അത് കർത്താവേ ഹല്ലേലൂയ, അത് കർത്താവേ ഹല്ലേലൂയ, അത് ആമേൻ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാഞ്ഞവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നറിയുന്നു, നീ ഞങ്ങളുടെ പിതാവ്. ഹല്ലേലൂയ. ഏത് സമയത്തും കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ളതായ ആമേൻ ഹല്ലേലൂയ മുട്ടിപ്പായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തുതിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം ആമേൻ ഞങ്ങൾ ഇനിയും കൂടെ കർത്താവേ ഒരുമിച്ച് കൂടുന്നത് വരെയും നിന്റെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഉറങ്ങുന്നവർക്ക് ദർശനവും വെളിപ്പാടും നീ കൊടുക്കുക. നിന്റെ ആത്മാവ് സംസാരിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഈ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നീ നൽകി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ ദാസനെ ശരീരത്തെ ബലപ്പെടുത്തണമേ. ഏറിയ ദിവസങ്ങൾ കർത്താവേ രാവും പകലും നിന്റെ വചനം ഘോഷിക്കുമ്പോൾ ആമേന ശരീരത്തിന് ആവശ്യമാർന്ന ആരോഗ്യവും ബലവും കൽപ്പിച്ച് ആമേൻ തന്റെ ശുശ്രൂഷ അനേകർക്ക് ആമേന് വിടുതലാക്കി തീർത്തു തരാൻ പോകുന്നതിനായി സ്തോത്രം. തന്റെ കുടുംബത്തിനായി സ്തോത്രം. തന്റെ കർത്താവേ ഹല്ലേലൂയ പ്രിയപ്പെട്ട ദാസിക്കായി സ്തോത്രം. മക്കൾക്കായി സ്തോത്രം. കൊച്ചുമകൾക്കായി സ്തുതിക്കുന്നു. തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. Lord, thank you Lord, thank you Lord, praise God. ഓക്കെ, ശ്രീമോൻ പ്രാർത്ഥിക്കാമോ? Oh, you are working, please. Okay, no problem. Thank you, Jesus. Amen, Lord. Thank you, Lord. Anita Saji പ്രാർത്ഥിക്കാമോ? Thank you, Jesus. കർത്താവെ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തി കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ ഹല്ലേലൂയ. അങ്ങയുടെ കർത്താവെ തീമതലായി നിന്നുകൊണ്ട് കർത്താവിൻ സന്നിധിങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഹല്ലേലൂയ. കർത്താവിനെ ഹമ്മായിരുന്നത് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ വെളിപ്പാടിലൂടെ കർത്താവ് ഞങ്ങൾക്കത് കർത്താവെ വേർതിരിച്ചു തരുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചതിനായിട്ട് നന്ദി നിർഭയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ ആരാധിക്കുന്ന കർത്താവെ മഹത്വം കയറിയിട്ടുള്ള കർത്താവെ ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവും അവിടുത്തെ വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത് കർത്താവെ. അവിടെ നിന്നിരിക്കുന്നതിന്റെ ഉപകാരങ്ങൾക്ക് മുഴുക്കുമായിട്ട് നിയമടികൾ നന്ദി നിർഭയത്തോടെ കർത്താവിനെ വീണ്ടും വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവെ മഹത്വം കയറിയിരുന്ന കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണയെ കണ്ണുനീരുന്ന കാലിനെ വീഴ്ചയിരുന്ന ജീവനെ മടന്നൊക്കെയും വിടുവിച്ച ഞങ്ങൾ ഓരോ നിമിഷവും ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ മഹാകരുണയ്ക്കായിട്ട് നന്ദി നിർഭയത്തോടെ കർത്താവിനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവെ മഹത്വം കയറിയിരുന്ന കർത്താവ് രക്ഷപ്പെടാൻ സ്തോത്രം ഹല്ലേലൂയ. എപ്പോൾ എങ്ങനെ ഇവിടെ വെച്ച് കർത്താവെ ആസ്വദിക്കണമെന്ന് കർത്താവെ ഹല്ലേലൂയ. അതെ കർത്താവെ ഹല്ലേലൂയ. സമയത്തും അസമയത്തും കർത്താവ് നന്മയിലും തെന്മയിലും ഏത് അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവിനെ സ്തുതിക്കുവാന് കർത്താവിന് മഹത്വം കരയറ്റുവാന് കർത്താവ് സ്വർഗീയ മഹിമകളെ പിടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവിനെ എപ്പോഴും നിങ്ങളുടെ മുൻപിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഓർത്തുകൊണ്ട് കർത്താവ് എപ്പോഴും കർത്താവ് പ്രശംസിക്കുവാൻ കർത്താവ് സന്തോഷിക്കുവാൻ തക്കകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യ പദവിക്കായിരുന്നു നിറഞ്ഞിറയത്തോടെ കർത്താവിനെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ മഹത്വം കയറിയിരുന്ന കർത്താവെ ഹല്ലേലൂയ. തേമനങ്ങൾ കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളായ കർത്താവ് തലമുറകളായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ ഇവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവ് ദേവദാസനെ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ശിരാത്മകതകളെ ഇവിടുന്ന് ബലപ്പെടുത്തുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ ഹല്ലേലൂയ. തേമേത ഈ കർത്താവിന്റെ 50-ാം ദിവസം നിങ്ങൾക്ക് കൂടി വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയയും കർത്താവെ വൈകുന്നേരം കർത്താവെയൊക്കെ രാത്രി പ്രഭാതത്തിലൊക്കെയും കർത്താവ് 2 നേരവും കർത്താവ് നിങ്ങൾക്ക് ഒന്ന് വചനം വിളമ്പി തരുമ്പോൾ വചന വെളിപ്പാട് നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ കർത്താവ് ശക്തിയോട് ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ദേശങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം കർത്താവെ. 7 വൻകരകളെ അനുഗ്രഹിക്കണം കർത്താവ്. നിങ്ങളുടെ വചനം എല്ലായിടത്തും കടന്നേറണം കർത്താവെ. ആത്മാക്കൾ വിടുവിക്കപ്പെടണം കർത്താവെ ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. മഹത്വത്തിന്റെ രാജാവിന് സ്തോത്രം. എല്ലാ മാനവ മഹത്വം പുകഴ്ചയും ആരാധന സ്തോത്രം കർത്താവ് ഇങ്ങേക്ക് മാത്രം. പ്രാർത്ഥന യാചന കേട്ട കരുണയ്ക്കാടി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിങ്ങളെല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയം പകരുക.
താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അപ്പാ പിതാവേ, നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയപ്പാ. കൃപ നൽകിയാട്ട്, കൃപ നൽകിയാട്ട്, കൃപ നൽകിയാട്ട്, കൃപ നൽകിയാട്ട്, കൃപ നൽകിയാട്ട്. നിങ്ങളുടെ വലിയ പ്രസൻസ് കൊണ്ട് കവർ ചെയ്താട്ടെ, നിങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ട് കവർ ചെയ്യണമേ കർത്താവേ. അമ്മേ, ഞങ്ങളുടെ തിരുവചന ധ്യാനത്തിന്റെ 50ാമത്തെ സെഷനിലേക്ക് 25ാം ദിവസം രാത്രിയിൽ വന്നിരിക്കുന്നല്ലോ. അപ്പന്റെ പാതപീഠത്തിൽ അനേകം ആളുകൾക്ക് കർത്താവെ യൂട്യൂബിലൂടെ ദൈവത്തിന്റെ വചനം ഇത് അപ്ലോഡ് ചെയ്ത് കേൾപ്പാൻ കഴിഞ്ഞല്ലോ കർത്താവെ. സിസ്റ്റമാറ്റിക്കലായി കർത്താവെ അമ്മേ, ജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിനും ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ കരങ്ങളിൽ ജോലിയോടൊപ്പം ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിന് വേണ്ടി കർത്താവെ അതേ ചെയ്യുന്നതായ ഓൺലൈൻ സെമിനാരി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും ബ്ലസ് ചെയ്യുമാറാകണമേ കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ അതിപരിശുദ്ധമായ നാമത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ 50ാമത് സെഷനിലേക്ക് കടന്നു വരുവാൻ അങ്ങയുടെ ആത്മാവിടുന്ന് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് ജീവനുള്ള ദൈവമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് അറിയുവാൻ, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് അറിയുവാൻ, അങ്ങ് സ്തുതികൾക്ക് യോഗ്യനാണെന്ന് അറിയുവാൻ, ആരങ്ങയെ സ്തുതിക്കണമെന്ന് അറിയുവാൻ, കർത്താവെ തിരുവചനത്തിന്റെ മഹത്വവും മഹാത്മ്യവും അതിന്റെ പവിത്രതയും അതിന്റെ വിശുദ്ധിയും അതിന്റെ രുചിയും എന്താണെന്ന് ഒന്നുകൂടെ അവിടുന്ന് അറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ എല്ലാവരെയും, മാതാപിതാക്കൾ എല്ലാവരെയും, കർത്താവെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യാണ് കർത്താവെ. ഈ ക്ലാസ്സുകൾ ഇനി തുടർമാനമായി കേൾക്കുന്ന ഓൺലൈനിലൂടെ കേൾക്കുന്നവർക്കായി ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി യഫദാ തുറന്നു വരിക എന്നെഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ജനത്തിന് ആവശ്യമുള്ളത് തുറന്നു വരട്ടെ കർത്താവേ. കിണറേ പൊങ്ങിവാ എന്നെഴുതിയിരിക്കുന്നത് പോലെ. ആമേൻ, ഹല്ലേലൂയ കർത്താവേ. ഫിലിസ്തീർ മണ്ണിട്ട് മൂടിയതായ ഉറവകൾ കർത്താവേ അബ്രഹാം വീണ്ടും കുഴിച്ചെടുത്തതുപോലെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കർത്താവേ അതെല്ലാം കർത്താവേ അതേ തുറന്നു വരുവാൻ ഇടയാകട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി അത്ഭുതത്തിന്റെ വഴികൾ തുറക്കപ്പെടുവാൻ, അതിശയത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി, ഫിനാൻഷ്യലി കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ ജനമുണ്ടെങ്കിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അസാധാരണമായ ആത്മശക്തി കൊണ്ട് അവർ നിറയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ. ഈ ദിവസങ്ങളിൽ ഈ വചന പഠനത്തിലൂടെ ദൈവവചനത്തിൽ അവർ റൂട്ടഡായി മാറട്ടെ കർത്താവേ. വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്നവരായി തീരത്തക്കവണ്ണം അവരുടെ കൂട്ടായ്മകളിൽ കർത്താവെ, അവർ ചെയ്യുന്ന ഓരോ സെൽ ഗ്രൂപ്പുകളിൽ കർത്താവെ, അവരെ ദൈവം ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവെ അടുക്കോടും ചിട്ടയോടും ഡിസിപ്ലിനായി ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മ സഹായിക്കണമേ കർത്താവെ. ഈ ദിവസങ്ങളിൽ ഈ 2024 അവസാനിക്കുവാൻ കർത്താവെ ഇനി ഞങ്ങളുടെ മുമ്പിൽ കർത്താവെ ഫ്യൂ ഡേയ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവെ ഇന്നലകളിൽ ശത്രു അടച്ചു വെച്ചത്, ഇന്നലകളിൽ തടഞ്ഞു വെച്ചത്, ഇന്നലകളിൽ മുടക്കം വരുത്തിയത്, ഇന്നലകളിൽ പ്രോഗ്രസിനെ തടഞ്ഞത്, പ്രമോഷനെ തടഞ്ഞത്, ബ്ലെസ്സിങ്സിനെ തടഞ്ഞത്, ഹീലിംഗിനെ തടഞ്ഞത് കർത്താവെ, കുടുംബത്തിൽ ഛിദ്രതയുടെ സ്പിരിറ്റ് ഇരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവെ എല്ലാ ഇടർച്ചയുടെ സ്പിരിറ്റും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിൽ തലമുറകളുടെ മേൽ ദൈവിക വിടുതലുകൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, അതിശയങ്ങൾ നടക്കട്ടെ, വീര്യപ്രവർത്തികൾ നടക്കട്ടെ കർത്താവേ. അങ്ങയുടെ വചനത്താൽ നടക്കേണ്ട ദൈവപ്രവർത്തികളൊക്കെ ഓരോ കുടുംബങ്ങളിൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒഫീഷ്യൽ സ്ഥാനങ്ങളിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ടീം ലീഡേഴ്സിൽ നിന്ന് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ആയിരിക്കുന്നവർ അനുഭവിക്കുന്ന മനക്ലേശങ്ങളിൽ നിന്നുള്ള റിലീസിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവേ അവരെ ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നല്ലോ കർത്താവെ. അവനെ പകയ്ക്കുന്നില്ലല്ലോ, അവന്റെ മുമ്പിൽ ഓടിപ്പോകുന്നില്ല കർത്താവെ. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ജനത്തിന്റെ സമാധാനത്തെ, സ്വസ്ഥതയെ കർത്താവെ, അവർക്ക് സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും കർത്താവ് സെറ്റിൽ ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ആമേൻ. അർഹതപ്പെട്ടതൊന്നും മുടങ്ങിപ്പോകാതെ അറിഞ്ഞു നടത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം കർത്താവെ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും
ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകൾക്കായി, കൊച്ചുമക്കൾക്കായി, അവരുടെ കുടുംബജീവിതങ്ങൾക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യണമേ. കർത്താവെ ക്യാരി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് മക്കളില്ലാതെ. ഈ വർഷം കർത്താവെ പ്രാർത്ഥനയാൽ ഉദരം തുറന്ന, ഗർഭം തുറന്ന ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തക്ക സമയത്ത് സുഖകരമായൊരു വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയോട് സ്തോത്രം. കൃപയ്ക്കുള്ളിൽ സൂക്ഷിക്കും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ലിങ്കുകൾ മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരാളെയെങ്കിലും ദൈവവചനം പഠിപ്പിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് കഴിയുമോ അത് അവർക്ക് വേണ്ടി ചെയ്യുക. സ്തോത്രം. നിങ്ങൾ 10 പേർക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും കർത്താവിന്റെ ശിഷ്യകരായി മാറുന്നത്. അതുകൊണ്ട് സ്തോത്രം. ഷാജി മാത്യു ഇടവൻ എന്ന് പറയുന്ന ചാനലുണ്ട്, അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഇടുന്ന ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നമുക്ക് ഒരുമിച്ച് ലോകരാജ്യങ്ങളിൽ ഒന്നിച്ച് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ, മിഷണറിമാരെ ഒരുക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. നിങ്ങളുടെ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിപ്പിൻ. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ മോർണിംഗിൽ നമുക്ക് വീണ്ടും കാണാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് മീറ്റിംഗ് കിട്ടേണ്ടതിന് വേണ്ടി നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ നിങ്ങളുടെ ഇമെയിൽ ID അയക്കുക, നിങ്ങളുടെ നെയിം വിടുക. ഞാനത് ഇവിടെ ഓഫീസിൽ അത് എൻ്റർ ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ പുതിയ സെഷനുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പറയുന്നു, +91 9020406080 9020406080. Please be with you. Amen. ആശീർവാദം പറഞ്ഞില്ല. ഒരുമിച്ച് ആശീർവാദം പറയാം. താങ്ക് യു വെരി മച്ച്. കണ്ടിന്യൂ മീറ്റിംഗ്. താങ്ക് യു എൽസ. ആമേൻ. ആരാ അത് എന്നെ ഓർപ്പിച്ചേ? എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. ആമേൻ. ഒരുമിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഓർപ്പിച്ചതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ബൈ. Thank you, Lord.